എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ഓണിയൻ റിങ്സ് റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. വൈകിട്ട് ചായയോടെ കഴിക്കാൻ വളരെ നല്ലതാണ് ഈ സ്നാക്ക്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഒരു ബോൾ എടുത്ത് കുറച്ച് മൈദപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 3-4 സ്പൂൺ മൈദപ്പൊടി ആവശ്യമുള്ളൂ. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിലേക്ക് മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ അല്ലെ 1/4 ടീസ്പൂൺ മുളക് പൊടി എരിയുടെ ആവശ്യത്തിന് ഇടുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഇവയെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് വേണം ഇത് മിക്സ് ആക്കാൻ. അല്പം ലൂസായിട്ട് ഇതിരിക്കണം. മാവ് ഇവിടെ ഏകദേശം ലൂസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു സവാളയാണ്. ഓണിയൻ റിങ്സ് ആണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം വലിയൊരു സവാള എടുക്കുക, അത് ഇതേപോലെ മുറിച്ചെടുക്കുക. ഇനി ഇവ ഓരോന്നും നമുക്ക് ആ മാവിൽ മുക്കണം. മുക്കിയിട്ട് നമുക്ക് ബ്രെഡ് പൊടിയോ റവയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, ഞാനിവിടെ ഓട്സ് പൊടിച്ചാണ് എടുത്തത്. ഇതിലേക്കാണ് ഞാൻ മുക്കിയിടുന്നത്, എണ്ണയ്ക്കകത്തിട്ട് വറുത്തെടുക്കുന്നത്. കുറച്ച് ഓട്സ് എടുത്ത് മിക്സിയിൽ പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനൊരു ഓണിയൻ റിങ് എടുത്തു, അത് ഈ മാവിൽ മുക്കിയതിന് ശേഷം ഓട്സിൽ കൂടി ഒന്ന് മുക്കി, എന്നിട്ട് എണ്ണയ്ക്കകത്തിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് മുക്കി എടുത്ത് അന്നേരം തന്നെ എണ്ണയ്ക്കകത്ത് വറുത്തെടുക്കാം, അല്ലെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് മുക്കിയെടുത്ത് എണ്ണയ്ക്കകത്തിട്ട് വറുത്തെടുത്താലും മതിയാവും. ഞാനിവിടെ എല്ലാം കൂടെ ഒരുമിച്ചായിരുന്നു എണ്ണയ്ക്കകത്ത് വറുത്തെടുത്തത്. ഇങ്ങനെ എല്ലാം മുക്കിയെടുത്ത് വെക്കുക. അതിനുശേഷം ഒരു പാത്രം അടുപ്പിൽ വെച്ച് കുറച്ച് ഓയിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഓരോന്നും ഇതുപോലെ ഇട്ട് വറുത്ത് കോരിയെടുക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഓണിയൻ റിങ് റെസിപ്പി നമുക്കിവിടെ തയ്യാറായിട്ട് കിട്ടും. നല്ല ടേസ്റ്റാണിത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് മാവെടുത്ത് കുഴച്ച് ഇതുപോലെ സവാള അരിഞ്ഞ് അതിൽ മാവിൽ മുക്കി എണ്ണയ്ക്കകത്തിട്ട് കോരിയെടുത്താൽ മതി. വളരെ പെട്ടെന്നാണ്. ചായ അടുപ്പിൽ വെക്കുന്ന സമയത്ത് നമുക്ക് ഇതും വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ സാധിക്കും. നല്ല ടേസ്റ്റിയാണ്. നമ്മൾ ഈ ഉള്ളിയിട്ടുള്ള ഉള്ളിവട കഴിച്ചിട്ടുണ്ടായിരിക്കും. ഇത് വേറൊരു ടേസ്റ്റാണ്. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓട്സിന് പകരം ബ്രെഡ് പൊടിയോ മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടിയോ ഒക്കെ ചേർക്കാവുന്നതാണ്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.